ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അതിന് മറുപടി പറയാം. കാരണം ഈ പറഞ്ഞ തെറ്റിദ്ധാരണ ബഹുമാനപ്പെട്ട മെമ്പർക്ക് ഉൾപ്പെടെ ഉള്ളത് ദൂരീകരിക്കുന്നതിന് സഹായകരമാകും. സാർ, ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് 40 കോടി വെച്ചിട്ടുള്ള OEC സ്കോളർഷിപ്പിൻ്റെ ബാക്കി കിട്ടാനുള്ളത്. അതിനകത്ത് 200 കോടി ഇന്നലെ അനുവദിച്ച വാർത്ത വന്നു. സാർ, ഈ ഗവൺമെൻറ് വ്യവസ്ഥാപിതമായി കൊടുക്കേണ്ട എല്ലാ സ്കോളർഷിപ്പുകളും ഒരു പ്രത്യേക പദ്ധതിയിൽ ഒരു വർഷത്തേക്ക് പ്രഖ്യാപിക്കുന്ന അങ്ങനെ പദ്ധതിയല്ല ഞാൻ പറയുന്നത്. കൊടുക്കേണ്ട SC/ST സ്കോളർഷിപ്പും OEC അതുപോലെ OBC മറ്റ് ഓരോ മേഖലയിലും കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ മുഴുവൻ കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് സമീപനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ പണം കൊടുക്കുന്നില്ല എന്നൊരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടുള്ള ചില വാർത്തകൾ വരുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള സ്കോളർഷിപ്പുകൾക്കും ഏറ്റവും സാധാരണക്കാരെ സഹായിക്കേണ്ട കാര്യങ്ങൾക്കും ഒരു കുറവും വരുത്തുന്ന കാര്യമില്ല. അതുകൊണ്ട് ഈ പണം മുഴുവൻ ഈ പറഞ്ഞ ഇത്തരം ചെറിയ ചെറിയ സ്കോളർഷിപ്പുകൾ ധാരാളമുണ്ട്. അതെല്ലാം കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും അതിനുള്ള അപേക്ഷകൾ ചിലപ്പോൾ പലപ്പോഴും സാർ 4-5 വർഷം മുമ്പുള്ള അപേക്ഷകളൊക്കെയാണ് സാർ വരുന്നത്. SC/ST OBC മേഖലയിലൊക്കെ അങ്ങനെയല്ല വരേണ്ടത്. കറണ്ടായിട്ട് അത് അയക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് ആ നിലപാടെടുത്തിട്ടുണ്ട്. അത് വരുന്നതനുസരിച്ചിട്ട് എല്ലാം കാലവിളമ്പോ ഇല്ലാതെ കുടിശ്ശികയില്ലാതെ കൊടുക്കാനുള്ള സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പണം മാറ്റി വെച്ചിട്ടുണ്ട്, അയച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട്.